അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാവണം നിങ്ങൾ എൻ്റെ മോനെ സഹായിക്കണത്. എനിക്കാരുമില്ല. അള്ളാഹുവിന് റസൂലിൻ സഹായത്തോടെ എൻ്റെ മോൻ രക്ഷപ്പെട്ടാൽ മാത്രം എനിക്ക് ജീവിക്കാൻ കഴിവുള്ളൂ. അല്ല കണക്കാക്കിയ ടൈം വരെ ജീവിക്കണം. എൻ്റെ മകൻ്റെ കയ്യിൽ എന്തെങ്കിലും എന്നെ നല്ലോണം നോക്കി നാളാണെന്ന് മോനെ കൊണ്ടൊരു കഴിവില്ല എന്നെ നോക്കാൻ. ഇന്ന് മോനക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കണം. എനിക്കതിനൊരു വഴിയില്ല. നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തി തന്നെ എൻ്റെ സഹോദര സഹോദരിമാരെ, എൻ്റെ ഉസ്താദന്മാരെ, എനിക്ക് വേണ്ടപ്പെട്ടവരെ നിങ്ങളാര് സഹായിക്കണോ അള്ളാഹു നിങ്ങളെ എല്ലാ മാറാവ്യാധി രോഗങ്ങളും മാനസികമായ രോഗങ്ങളും ഒക്കെ അള്ളാഹു ശിഫയാക്കി തരും. നിങ്ങളെ മാതാപിതാക്കളതും നിങ്ങളെ ഭാര്യ മക്കളതും ഒക്കെ അള്ളാഹു ശിഫാക്കി തരും. നിങ്ങൾ സന്തോഷത്തോടെ ഇനി എൻ്റെ മകനെ സഹായിക്കുകയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വിഷമത്തിലാണ് ഞാൻ പറയുന്നത്, വേദനയോടെയാണ് ഞാൻ പറയുന്നത്. എൻ്റെ മകന്റെ കഥ ആലോചിച്ചിട്ട് എനിക്കൊരു സമാധാനം. ഇന്നെനിക്ക് വല്ലതും സംഭവിച്ച ഓനെവിടെ പോകുമെന്നുള്ള ഒരു പിടുത്തം എനിക്ക് കിട്ടുന്നില്ല. അതാണ് എൻ്റെ മനസ്സിന്റെ വിഷമം. ആരോനെ നോക്കാനുണ്ട് എന്ന് അറിയണില്ല. ഞാനിപ്പോ തീരെ സുഖമില്ലാതിരിക്കുകയാണ്. എന്നിട്ട് എൻ്റെ മോൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഞാൻ റബ്സൽ ഒളവണ്ണ. ഈ ഒരു സങ്കടം നിങ്ങൾ ആരും തട്ടിമാറ്റരുത് പ്രിയപ്പെട്ടവരെ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഈ ഉമ്മയുടെ കണ്ണീര് നിങ്ങൾ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ. ഈ പൊന്നുമ്മ പൊട്ടിക്കരഞ്ഞ് തൻ്റെ മകനെ ചികിത്സിക്കാൻ പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ തിരുനാവായ ഗ്രാമപഞ്ചായത്തിൽ വാർഡ് 15. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും നമസ്കാരം. പ്രിയമുള്ളവരെ, ഞാൻ ഫൈസൽ അടശ്ശേരി ജില്ലാ പഞ്ചായത്ത് മെമ്പർ. നമ്മുടെ കാരത്തൂരിൽ താമസിക്കുന്ന പ്രിയപ്പെട്ട പൂച്ചെങ്കൽ അബ്ദുല്ലക്ക് എന്ന മുത്തുവിൻ്റെ